ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ ആയുസ്സിൽ ഒരു പ്രാവശ്യം കൂടെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരുവാൻ അവസരം തന്ന ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. നമ്മുടെ ദൈവത്തിന് മുഖപക്ഷമില്ല എന്നുള്ളത് വളരെ വാസ്തവമായ ഒരു സത്യമാണ്. പലരും ധരിച്ചിരിക്കുന്നത് ദൈവം അല്ലെങ്കിൽ യേശുക്രിസ്തു ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ മാത്രം ദൈവമാണ് എന്നാണ്. ഈ കർത്താവിൻ്റെ ശിഷ്യനായ പത്രോസും ചിലപ്പോൾ അങ്ങനെ തെറ്റിദ്ധരിച്ചിരുന്നു എന്ന് നമുക്ക് അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായത്തിൽ നമുക്ക് മനസ്സിലാകും. ഇറ്റാലിയൻ പട്ടാളത്തിലെ ഒരു സൈനിക ഉദ്യോഗസ്ഥനായിരുന്ന കൊർന്നല്യോസ് നല്ല ദൈവഭക്തനും തൻ്റെ സകല കുടുംബത്തോടും കൂടെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവനും മറ്റുള്ളവരെ സഹായിക്കുന്നവനും ആയ ഒരു നല്ല മനുഷ്യനായിരുന്നു. എന്നാൽ അദ്ദേഹം യഹൂദനല്ല, ജാതീയനായ ഒരു നല്ല വ്യക്തിത്വമായ ഉള്ള ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിൻ്റെ നല്ല പ്രവൃത്തികൾ കണ്ട കർത്താവ് അദ്ദേഹത്തെ സ്നേഹിക്കുകയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ രക്ഷിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്തു. അങ്ങനെ തനിക്ക് ദർശനം കൊടുത്ത് പത്രോസിനെ വരുത്തി ദൈവനം കേൾക്കുവാൻ ഹല്ലേലൂയ കർത്താവ് കൽപ്പന കൊടുത്തു. അതിൻ്റെ വെളിച്ചത്തിൽ പത്രോസ് കൊർന്നല്യോസിൻ്റെ വീട്ടിലെത്തി. താൻ അവിടെ കടന്നു വന്നിട്ട് ആ ഭവനത്തിൽ ദൈവവചനം സംസാരിക്കുമ്പോൾ ഇങ്ങനെ പറയുവാനിടയായി. അപ്പോൾ പത്രോസ് വായി തുറന്ന് പറഞ്ഞു തുടങ്ങിയത്, ദൈവത്തിന് മുഖപക്ഷമില്ല എന്നും ഏത് ജാതിയിലും അവനെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവനെ അവൻ അംഗീകരിക്കുന്നുവെന്നും ഞാനിപ്പോൾ യഥാർത്ഥമായി ഗ്രഹിക്കുന്നു എന്ന്. സ്തോത്രം. കർത്താവായ യേശുക്രിസ്തുവിന് ഒരു മുഖപക്ഷവുമില്ല. ആര് യഥാർത്ഥമായി കർത്താവിനെ സ്നേഹിക്കുന്നുവോ, കർത്താവിൻ്റെ വചനങ്ങളെ പ്രമാണിക്കുന്നുവോ, ആമേൻ ഹല്ലേലൂയ സ്തോത്രം, അവരെ കർത്താവ് നിശ്ചയമായും സ്നേഹിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യും. അവർ ഒരിക്കലും നശിച്ചു പോകരുതെന്ന് കർത്താവിന് ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ദൈവവചനം കേട്ട് ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ച് മനുഷ്യൻ്റെ പാപങ്ങളെ കഴുകി അവൻ നിത്യരാജ്യത്തിലെത്തണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നത്. സ്തോത്രം. യേശുക്രിസ്തുവിൽ കൂടെ അല്ലാതെ ദൈവരാജ്യത്തിൽ ഒരു മനുഷ്യനും എത്തിച്ചേരുവാൻ സാധ്യമല്ല എന്ന് ബൈബിൾ അടിവരയിട്ട് ലോകത്തെ പഠിപ്പിക്കുന്നത് അതുകൊണ്ടാണ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ എത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിയും കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച് കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ച് ദൈവരാജ്യത്തിൽ അംഗമായി തീരുവാൻ സാധിക്കും. പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് യേശുക്രിസ്തു ക്രിസ്ത്യാനികളുടെ മാത്രം ദൈവമാണ് എന്നാണ്. യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് ജന്മമെടുത്തപ്പോൾ തന്നെ മാലാഖമാർ ലോകത്തോട് വിളിച്ചു പറഞ്ഞത്, സകല ലോകത്തിനും വരുവാനുള്ളൊരു സന്തോഷം ഞാൻ നിങ്ങളെ അറിയിക്കുന്നുവെന്നാണ്. സ്തോത്രം. സകല ലോകത്തിനും എന്ന് പറഞ്ഞാൽ സകല മനുഷ്യർക്കും യേശുക്രിസ്തുവിൻ്റെ ജന്മം മൂലം ഒരു വലിയ സന്തോഷമുണ്ടാകാൻ പോകുന്നു എന്നാണ് ആമേൻ ദൂതന്മാർ ലോകത്തോട് വിളിച്ചു പറഞ്ഞത്. അങ്ങനെ അല്ലെങ്കിൽ യഹൂദന്മാരോട് മാത്രം പോയി ഈ സുവിശേഷം അറിയിച്ചാൽ മതിയായിരുന്നല്ലോ. യേശുക്രിസ്തുവിനെ അംഗീകരിക്കുന്ന ആർക്കും ഈ പാപമംഗലമായ ലോകത്തിൽ നിന്ന്, ജീവിതത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കുവാൻ കഴിയും. അതിന് കർത്താവ് പറയുന്നത് അനുസരിക്കുക മാത്രം ചെയ്യണം എന്ന് മാത്രമേ കർത്താവ് ആഗ്രഹിക്കുന്നുള്ളൂ. ഒരു ചെലവുമില്ല, ഒരു ബുദ്ധിമുട്ടുമില്ല. നേരായി നടക്കുന്ന, ദൈവത്തിൽ വിശ്വസിക്കുന്ന ഏതൊരു മനുഷ്യനും ആമേൻ രക്ഷ പ്രാപിക്കുവാൻ സാധിക്കും. ഹല്ലേലൂയ. അങ്ങനെ പത്രോസ് അവിടെ സുവിശേഷം പറഞ്ഞു. ആ രാത്രിയിൽ തന്നെ കൊർന്നല്യോസും കുടുംബവും കർത്താവിൻ്റെ കൽപ്പനയനുസരിച്ച് ജലത്തിൽ സ്നാനപ്പെട്ട് ദൈവമക്കളായി തീരുവാൻ
ഇടയായിത്തീർന്നു. സ്തോത്രം. നമ്മുടെ നല്ല മനോഭാവത്തെ, നല്ല ആഗ്രഹത്തെ കർത്താവ് മാനിക്കും. ആമേൻ. ആഗ്രഹിക്കുന്ന ഏത് വ്യക്തിയെയും ആമേൻ സന്തോഷിപ്പിക്കുവാൻ, അവരെ അനുഗ്രഹിക്കുവാൻ നമ്മുടെ കർത്താവ് ഒരുക്കമാണ്. ആമേൻ. അതുകൊണ്ട് ഒരു മുഖപക്ഷമില്ലാത്ത ദൈവത്തെ സ്നേഹിക്കുവാൻ പ്രിയപ്പെട്ടവരായ എല്ലാവർക്കും കൃപ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കരിസ്മ പ്രയർ മിനിസ്റ്ററുടെ എല്ലാ പ്രാർത്ഥനയും നിങ്ങളോടൊപ്പം ഉണ്ട്. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു.